ചെറിയ കുട്ടികൾ പഠിത്തവും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് അവരിതിലോട്ട് തിരിയുന്നത്, സാധാരണ ഹൗസ് വൈഫ് അവരുടെ ഹസ്ബൻഡ് അറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വീട്ടിൽ സ്വന്തം ഭർത്താവ് അറിയാതെ അല്ലെങ്കിൽ അച്ഛനും അമ്മയും അറിയാതെ ജസ്റ്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നു, ഒത്തിരി പേര് അത് ചെയ്യുന്നു. നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യും. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. ഞാൻ കോളേജിലോട്ട് എത്തണ്ട, സ്കൂളുകളിൽ ടീനേജേഴ്സ് ഉൾപ്പെടെ ഉണ്ട്. ഡിജിറ്റലി ബേസ്ഡ് ആയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലോട്ട് തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത്. ഈ ഏജ് കാറ്റഗറിയിലുള്ള കണ്ടിരിക്കുന്ന ഒരു ചാനലിൽ തന്നെ ഒരു 12,000 മേലെ വീഡിയോസ് ഉണ്ട് ഈ പറഞ്ഞ ടീനേജേഴ്സിൻ്റെ തന്നെ ഉള്ളത്. ബാക്കി 90% ഉള്ളത് ഡീപ്പ് വെബിലും ഡാർക്ക് വെബിലും. അങ്ങോട്ടുള്ള ആക്സസ് ഒക്കെ ചിലപ്പം നോർമലി ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവത്ത് പോലും ഇല്ല. അത്രയും സ്ഥലത്തോട്ടാണ് ഇതൊക്കെ പോകുന്നത്. നമ്മുടെ ഫോണിൽ നമ്മുടെ സ്വന്തം പ്രൈവസിയിൽ യൂസ് ചെയ്യുന്ന ഫോണാണ്. ഒരു പുതിയ പിക്ക്, നമ്മളൊരു പുതിയ ഡ്രസ്സ് ഇട്ടാലോ അങ്ങനെ നമുക്ക് മാത്രം കാണാനായിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കും, മിറർ സെൽഫീസ് എടുക്കും. അതുപോലത്തെ ഉള്ളൊരു ഫോട്ടോസാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്താണെന്നുള്ളത്. ഇതുപോലത്തെ ഒരു പിക്ക് പുറത്ത് എത്രയോ പേരടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയത്തില്ല. അത് അറിഞ്ഞിട്ടത് വീട്ടിലൊക്കെ എത്തി. ആ കുട്ടിക്ക് ആദ്യം ഇപ്പം ഈ ചോദിച്ച ചോദ്യം ആദ്യം ആ കുട്ടിക്ക് വീട്ടുകാരെ കൺവിൻസ് ചെയ്തിട്ടാണ് അവരും കൂടെ നിന്ന് ഇത് സൈബർ സെൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു പിക്ചർ ഓപ്പൺ ചെയ്യാൻ 6,000-7,000 രൂപ ഒറ്റ പിക്ചറിന് ശേഷം വരുന്നത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ കോൾ, 1-to-1 കോൾ. അതിന് ലാക്സ് ആണ് ചാർജ് ചെയ്യുന്നത്. വന്നേക്കാം എന്നുള്ളതല്ല, ഫോൺ ഒരിക്കലും സേഫ് അല്ല. ബിഗ് ബോസ് ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദലക്ഷ്മിയിൽ നന്നായി പ്രസംഗിക്കുന്ന ഒരു ഒറേറ്റർ ഉണ്ടെന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ അവരിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ട് എന്നത് അറിഞ്ഞത് വലിയ സന്തോഷമുണ്ടാക്കുന്ന, പ്രത്യാശയുണ്ടാക്കുന്ന കാര്യമാണ്. അവർ കണ്ടുപിടിച്ച സത്യങ്ങൾ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ കുറച്ചധികം ഡിസ്റ്റർബിംഗ് ആണ്. വേദലക്ഷ്മിയാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇങ്ങനൊരു ട്രെയ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സത്യം അറിയണം, ഒരു സത്യാർത്ഥി ആവാനുള്ളൊരു ശ്രമം അതുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ജീവിതത്തിൽ? കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ നിൽക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസും ഒക്കെ ഇങ്ങനെ ഉണ്ടല്ലോ നമുക്ക് യൂട്യൂബിലും പോഡ്കാസ്റ്റിലും ഒക്കെ ഉള്ള ഇഷ്ടം പോലെ, അത് കുറേ അധികം കേൾക്കുമായിരുന്നു. അത് അല്ലാതെ വേറെ ഇതൊന്നുമില്ല. ബട്ട് സ്റ്റിൽ അത് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയിരുന്നു. എന്തിനീ ശ്രമങ്ങൾ അത് അറിയേണ്ടത്? ഒരു റിയാലിറ്റി ഷോയിൽ പോയി കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ആ കോntestant ആയിരുന്നവര് പിന്നെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അതിന് പ്രത്യേകിച്ചൊരു റൂൾ മാൻഡേറ്റ് ഇല്ല, എങ്ങനെ വേണമെങ്കിലും ആവാം. സോ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്നത് ഒത്തിരി ആൾക്കാർ നമ്മളായിട്ട് തന്നെ കണ്ടിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളൊരു വലിയ പ്ലസ് വരുന്നുണ്ട് ബിഗ് ബോസ് പോലെയൊക്കെയുള്ള ഒരു ഷോയിൽ പോകുമ്പോഴത്തേക്കും. സോ എനിക്ക് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഫോളോവേഴ്സ് കൗണ്ട് പോലും ഒരു 10,000 അറൗണ്ട് ഒക്കെ ഉണ്ടായിരുന്ന ഞാനാണ് ഇപ്പോൾ ഉള്ള ഫോളോവേഴ്സ് കൗണ്ടിലോട്ട് എത്തി നിൽക്കുന്നത്. സോ കേൾക്കാൻ അത്ര ആൾക്കാരുള്ളപ്പോൾ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ്ലി ബാധിക്കുന്ന കാര്യങ്ങളാണെല്ലാം. പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഇടയ്ക്കുണ്ട്. പക്ഷേ പലരും ചെയ്യാത്തത് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ ഒരാളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാ. പക്ഷേ എന്നെ കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ എനിക്കൊരു വോയിസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതോ കാര്യങ്ങളിൽ ഇടപെട്ടാൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയേക്കാം എന്ന് ഒരു ഗസ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും പറഞ്ഞ പോലെ ഒരെണ്ണം അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു എൻഡിങ്ങിൽ എത്തിയിട്ടില്ല. യെസ്, മിഡ് വേ നിൽക്കുവാണ്. സോ ഫാർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പേസ് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. അതിനകത്ത് തന്നെ പോയിട്ട് നല്ല രീതിയിൽ ഇതിന് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത 2 കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ബ്രോഡ് സ്പെക്ട്രം ഒത്തിരി കാര്യങ്ങളിലോട്ട് ഇടപെടണം എന്നുണ്ട്. നോക്കാം എങ്ങനെ പോകുന്നതെന്ന് നോക്കാം. ഏതായാലും ആ ഉദ്യമത്തിന് ആശംസകൾ. താങ്ക് യു. ഇപ്പോൾ ഞാൻ ടെലഗ്രാം പോൺ ബൂമിനെ പറ്റി തന്നെ ചോദിച്ചോണ്ടിരിക്കട്ടെ. ഇത് ഏത് ഘട്ടത്തിലാണ്? നമുക്കൊരു ബോധറേഷൻ ആവണമല്ലോ, നമുക്കൊരു അന്വേഷണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യമല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ അങ്ങനെ പെട്ടെന്ന് വരുന്നൊരു ഏരിയയും അല്ലല്ലോ ഇതിനെ പറ്റി സംസാരിക്കണം, ഇത് അന്വേഷിക്കണം, ഇത് കണ്ടുപിടിക്കണം, ഒരു അനീതി നടക്കുന്നുണ്ട്, ഇത് സോഷ്യൽ നോംസിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ ജീവിതം തന്നെ ഉടച്ചു കളയാവുന്ന ഒരു കാര്യമാണെന്ന്. അത് ഏത് ഘട്ടത്തിൽ ഇതൊരു ബോധറേഷനാവുന്നത്? ഇപ്പോൾ ആർക്കും ബോധേഡ് അല്ലാതെ പോകാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഇന്നത്തെ കാലത്ത്. ഇത്ര സബ്സ്ക്രിപ്ഷൻ ആട്ടെ, ടെലിഗ്രാമിലെ കോണ്ടന്റ് ആട്ടെ, അതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരുടെ ഫീൽഡിലാണെങ്കിൽ പോലും അറിയാതെ ഇങ്ങനത്തെ റീൽസ് വരുന്നുണ്ട്. ഇപ്പം കുഞ്ഞുങ്ങളുടെ കൈ പോലും റീല് കൊടുക്കുന്ന സമയത്ത്, ഫോൺ കൊടുക്കുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന വഴിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് ഒന്ന്. പിന്നെ ഞാൻ പെർട്ടിക്കുലർലി ഈ ഒരു പോയിന്റിലോട്ട് എത്താനുള്ളൊരു കാര്യം, എനിക്ക് പരിചയത്തിലുള്ളൊരു കുട്ടിക്ക് തന്നെ ഇതുപോലെ ആ കുട്ടി എവിടെയും പോസ്റ്റ് ചെയ്യാത്തൊരു കോണ്ടന്റ് തന്നെ ടെലിഗ്രാം ചാനൽ വഴി ലീക്ക് ചെയ്ത് അത് സർക്കുലേറ്റ് ചെയ്യുന്നത് ആ ടെലിഗ്രാം ചാനലിൽ ഉണ്ടായിരുന്ന ഒരാൾ ഈ കുട്ടിയുടെ ഫാമിലിയൊക്കെ പരിചയത്തിലുണ്ടായിരുന്ന ഒരാളുമായിരുന്നു, അതിൽ മെമ്പറായിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ അറിയുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് വീട്ടിലോട്ട് എത്തുക, പിന്നെ അവർ സൈബർ സെല്ലായി കംപ്ലൈൻ്റ് ആയി അങ്ങനെ ട്രാക്ക് ഡൗൺ ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുന്ന ആ മെയിൻ പ്ലാറ്റ്ഫോം ടെലിഗ്രാം ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. അപ്പോൾ ആ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ആ കുട്ടി പോസ്റ്റ് ചെയ്തതല്ല ഒന്നാമത്തെ കാര്യം. ഇത് പോസ്റ്റ് ചെയ്യാത്തതും വേറെ ആർക്കും അയച്ചു കൊടുക്കാത്തതുമായിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതുകൊണ്ട്, ഉറപ്പായിട്ടും അറിയാവുന്നതുകൊണ്ട് പറയുന്നത്. അങ്ങനെ ആ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്കുമാണ് ഇത്തരം ഗ്രൂപ്പിൽ പിന്നെ എന്താ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇത് വരും, ക്യൂരിയോസിറ്റി വരും. മോണിറ്റർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ മോണിറ്റർ ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മെമ്പറായിട്ട് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഡെപ്തിൽ, അത്രയും വ്യാപ്തിയിൽ പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെയാണ് ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ കുട്ടി ഈ വിധത്തിൽ കുറച്ച് സ്ലീസിയായി പറഞ്ഞ പോലെ ഹോട്ട് കണ്ടന്റുകൾ ആ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ കണ്ടന്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നോ? അല്ല, അങ്ങനെ ഒരിക്കലും ചെയ്തൊരു കുട്ടിയോ അല്ല. ഇത് എവിടെയും പോസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ലീസി ആയിട്ടുള്ള ഒരു പിക്ക് പോലും അല്ലത്. ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ ഫോണിൽ നമ്മുടെ സ്വന്തം പ്രൈവസിയിൽ യൂസ് ചെയ്യുന്ന ഫോണാണ്. ഒരു പുതിയ പിക്ക്, നമ്മളൊരു പുതിയ ഡ്രസ്സ് ഇട്ടാലോ അങ്ങനെ നമുക്ക് മാത്രം കാണാനായിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കും, മിറർ സെൽഫീസ് എടുക്കും. അതുപോലത്തെ ഉള്ളൊരു ഫോട്ടോസാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്താണെന്നുള്ളത്. ഒരിക്കലും ഞാനിപ്പോൾ ക്യാരക്ടർ വൈസ് ജഡ്ജ് ചെയ്യോ അങ്ങനെ ചെയ്യുമല്ല. ഇന്റൻഷ്യലി ഇങ്ങനെ ചെയ്യണം എന്ന് വെച്ചിട്ട് ഒരു രീതിയിലും ആ കുട്ടി ചെയ്തതല്ല, അല്ലാതുള്ളൊരു പിക്കായിരുന്നു. അങ്ങനെ ലൈക്ക് ഫിറ്റ് ചെക്ക് ആണോ അല്ലയോ അങ്ങനൊന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. ബട്ട് നെവർ ഇന്റൻറ്റഡ് ടു പോസ്റ്റ്, നെവർ ഇന്റൻറ്റഡ് ടു ബി ഇൻ ലൈക്ക് അങ്ങനത്തെ ഒരു അറ്റൻഷൻ ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയല്ല, അങ്ങനെയുള്ളൊരു കുട്ടിയേ അല്ല. അപ്പം എന്തുമാത്രം പ്രഷർ ആ കുട്ടിയുടെ മേലെ വന്നിട്ടുണ്ടാവും എന്ന് ആലോചിക്കണം. ഇതുപോലത്തെ ഒരു പിക്ക് പുറത്ത് എത്രയോ പേരുടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയത്തില്ല. അത് അറിഞ്ഞിട്ടത് വീട്ടിലൊക്കെ എത്തി. ആ കുട്ടിക്ക് ആദ്യം ഇപ്പം ഈ ചോദിച്ച ചോദ്യം ആദ്യം ആ കുട്ടിക്ക് വീട്ടുകാരെ കൺവിൻസ് ചെയ്തിട്ടാണ് അവരും കൂടെ നിന്ന് ഇത് സൈബർ സെൽ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്നത്. പലരും ഇന്നത്തെ കാലത്ത് ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് അത് എവിടെയായിരുന്നു സർക്കുലേറ്റ് ചെയ്തതെന്നുള്ളത് അറിയാനെങ്കിലും പറ്റി. ബാക്കി ഇപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടാണ് ഇപ്പോഴും എത്തിയിരിക്കുക. ഞാൻ പറയട്ടെ, ഒരു വലിയ ഐസ്ബർഗിൻ്റെ ചെറിയൊരു അറ്റത്തെ എത്തിയിട്ടുള്ളൂ, ടിപ്പിലെത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ എനിക്ക് ഇതിൽ മനസ്സിലാവാത്ത കൺഫ്യൂസിങ്, സാധാരണക്കാരന് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടല്ലോ. അതായത് ഇത് ഡയറക്റ്റ്ലി ബന്ധമില്ലാത്ത ഇതിനെ ബാധിക്കാത്തൊരു ആൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആ ഒരു സൈക്കോളജി ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ടെലഗ്രാം സബ്സ്ക്രിപ്ഷനിലോ ഒരാൾ അയാളുടെ അഡൽട്ട് കണ്ടന്റ് പ്രദർശിപ്പിക്കുന്നു. അയാൾ അയാളുടെ സമ്മതത്തോട് കൂടി അത് ചെയ്യുന്നു, വില്ലിംഗിൽ ചെയ്യുന്നു. അപ്പുറത്ത് അത് ഒരാൾ പണം മുടക്കി അത് വാങ്ങിച്ച് കാണുന്നു. ഒരു കമ്മോഡിറ്റി വിൽക്കുന്നു, അയാളത് വാങ്ങുന്നു. അത്രേ ഉള്ളൂ അവിടെ. അതിനപ്പുറത്തേക്ക് ഇതൊരു ത്രെട്ട് ആവുന്നുണ്ട്, ഇതിനൊരു പ്രൈവസി ബ്രീച്ചിങ് നടക്കുന്നുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? എങ്ങനെ അതൊരു ഭീകരതയാവുന്നത്? കൺസ്യൂം ചെയ്യാൻ ആൾക്കാരുണ്ട്, അങ്ങനെ മാത്രമായിട്ട് ഇത് മാറുന്നു. എത്ര പേര് ഇത് ഒരു മെയിൻ പ്രൊഫഷനൊക്കെ വിട്ടിട്ട് ഈ ഒരു കാര്യം ഒരു ഉപജീവന മാർഗമായിട്ട് ലൈക്ക് ഇതുകൊണ്ട് ജീവിക്കാം എന്നുള്ളത് കണ്ടിട്ട് ചെറിയ കുട്ടികൾ പഠിത്തവും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് അവരിതിലോട്ട് തിരിയുന്നത്. സാധാരണ ഹൗസ് വൈഫ് അവരുടെ ഹസ്ബൻഡ് അറിഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, മുഖം മറച്ചിട്ട് ചെയ്യുന്നത് ആരെ കണ്ടിട്ടാ? സെലിബ്രിറ്റീസിന് ചെയ്യാം, പിന്നെ നമുക്ക് എന്താ ചെയ്താലെന്നുള്ളത് കണ്ടിട്ട്. പക്ഷേ എത്രത്തോളം അവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. സർഫസ് വെബിൽ മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ കിടന്ന് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിളോ ബ്രൗസേഴ്സോ വെച്ചിട്ടുള്ള ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10% ആവുന്നുള്ളൂ. ബാക്കി 90% ഉള്ളത് ഡീപ്പ് വെബിലും ഡാർക്ക് വെബിലും. അങ്ങോട്ടുള്ള ആക്സസ് ഒക്കെ ചിലപ്പം നോർമലി ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവത്ത് പോലും ഇല്ല. അത്രയും സ്ഥലത്തോട്ടാണ് ഇതൊക്കെ പോകുന്നത്. പലരും പുറത്തോട്ട് അറിയത്തില്ല. മോണിറ്ററി ബെനിഫിറ്റ്, ഈസി മണി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചാൽ ഇതിലോട്ട് ചെന്ന് പെടുന്നത്. പക്ഷേ എത്രത്തോളം തെറ്റാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് അവർ മനസ്സിലാക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ കാണാൻ ആൾക്കാരുണ്ട്, ഇതാക്കാനും ആൾക്കാരുണ്ട്. പക്ഷേ അല്ല, ഒരിക്കലും ഇപ്പം നമ്മൾ സാധാരണ കുറച്ചുകൂടെ പ്രൈവസിയിൽ സംസാരിക്കാനായിട്ട് സ്നാപ്ചാറ്റിങ് പറയും. സ്നാപ്ചാറ്റിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്റ്റ്ലി അങ്ങോട്ട് തന്നെ ഇതാക്കുന്നവരുണ്ട്. അത് എല്ലാവിധ ഡിവൈസസും മിറർ ചെയ്തിട്ട് വേറൊരു ഫോണിലോട്ട് സ്ക്രീൻ റെക്കോർഡ് അല്ല, ഈ ഇതുപോലത്തെ എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ ക്ലാരിറ്റി കുറയുന്ന രീതിയിലില്ല, കംപ്ലീറ്റ്ലി ഹാക്ക് ചെയ്ത് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഉണ്ട്. അത്രയും മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് എന്ത് ഗ്യാരണ്ടിയിലാണ് ഇങ്ങനെയുള്ളവർ ഈ പറയുന്ന കണക്ക് ആ കുറച്ച് പേരിലോട്ട് മാത്രമല്ല ഇഷ്ടംപോലെ സ്ഥലത്തോട്ട് ഇത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ കണ്ടൻസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന വലിയൊരു ശതമാനം ആൾക്കാർക്കും അറിയാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് എത്രത്തോളം പോവും, പുറത്തോട്ട് വരത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും അവരും ചെയ്യുന്നത്. അതായത് വീട്ടിൽ സ്വന്തം ഭർത്താവ് അറിയാതെ
അല്ലെങ്കിൽ അച്ഛനും അമ്മയും അറിയാതെ ജസ്റ്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. ഞാൻ കോളേജിലോട്ട് എത്തണ്ട, സ്കൂളുകളിൽ ടീനേജേഴ്സ് ഉൾപ്പെടെ ഉണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അവർ ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കുന്നത് തന്നെ തെറ്റ്. ഈ ചെറിയ പ്രായത്തിൽ അവർക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അവർ മീൻസ് പാരൻസ് കൊടുത്ത ഫോണാണോ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. അത്രയും കണ്ടന്റ്സ് അവരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. വേദലക്ഷ്മി, ഇത് വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ഏരിയയാണ്. വളരെ ഡെലിക്കേറ്റ് ആയ ഒരു ഏരിയയാണ്. വേദലക്ഷ്മി പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവരുടെ നഗ്നത കാണിച്ച് ടെലഗ്രാമിലും ബാക്കിയുള്ള സബ്സ്ക്രിപ്ഷൻ ആപ്സിലും പണം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അല്ല, അവരെ ട്രാപ്പിലാക്കാനുള്ള ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട്. മീൻസ് ഏജ് വൈസ് തന്നെ പല പല കാറ്റഗറീസ് ഉള്ളവർക്ക് തന്നെ ഉള്ള ചാനൽസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഏജ് കാറ്റഗറിയിലുള്ള കണ്ടിരിക്കുന്ന ഒരു ചാനലിൽ തന്നെ ഒരു 12,000-ന് മേലെ വീഡിയോസ് ഉണ്ട്, ഈ പറഞ്ഞ ടീനേജേഴ്സിന്റെ തന്നെ ഉള്ളത്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറം മോശമായിട്ട സിറ്റുവേഷൻ കറന്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ ആ കാര്യം ചെയ്യണം. ചെയ്യാതിരുന്ന ഒരാൾക്ക് ഇത്രയും കണ്ടിട്ട് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഞാനല്ല, എൻ്റെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും ചെയ്തു പോകും. ശരി, ഇതെപ്പോഴാണ് ഒരു ട്രാപ്പിലേക്കും അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭീഷണിയിലേക്കും ഒക്കെ പോകുന്നത്? ഏത് ഏരിയയില? ഇപ്പോൾ ഡയറക്റ്റ്ലി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുട്ടി ഒരു സൈബർ കംപ്ലൈൻറ്റ് അങ്ങനെയായിരുന്നു പോയിരിക്കുന്നത്. വാട്ട് ഇഫ് അവരുടെ ഡയറക്റ്റ്ലി തന്നെ കണ്ടുപിടിച്ചിട്ട് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ആ കുട്ടി എങ്ങനെ ഡീൽ ചെയ്തിരിക്കുന്നതാണ് തോന്നുന്നത്? അവർ ഭീഷണിയുടെ സ്വരം തന്നെ ആയിരിക്കും കേൾക്കുന്നത്. ആദ്യം പൈസ ചോദിക്കും ഇത്രയും എന്നുള്ളത്. ഈ ഇതിനകത്ത് വന്നിട്ട് ഇമേജസ് ലീക്ക് ആയതിനു ശേഷം അവർക്ക് വേറൊരു ലൈഫ് പിന്നെ ഇല്ല എന്നുള്ള രീതിയിലാണ് സൊസൈറ്റി പോലും ചിലപ്പോൾ കാണുക. അവർക്ക് വേറെ വഴിയില്ല, എല്ലാവരും സ്വന്തക്കാരും എല്ലാവരും ഒഴിവാക്കിയിട്ട് ലൈഫ് തന്നെ മാറി മറിഞ്ഞു പോകത്തില്ലേ? കംപ്ലീറ്റ്ലി ജീവിതം തീർന്നില്ലേ? അങ്ങനെ കുട്ടികളെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടമ്മമാരെ ഇൻ ഡിമാൻഡ്, അവരുടെ ശരീരങ്ങൾ ഇൻ ഡിമാൻഡ് ചോദിക്കുന്ന ഇത് അൾട്ടിമേറ്റ്ലി അതിലോട്ട് എത്തുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇത് ജസ്റ്റ് ഡിജിറ്റൽ വേൾഡിൽ കാണാനും മാത്രമുള്ള ഒരു ഇതിലോട്ടല്ല, അൾട്ടിമേറ്റ്ലി ഇത് ചെന്നെത്തുന്നത് ഡിജിറ്റലി ബേസ്ഡ് ആയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലോട്ട് തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന കണക്ക് കാണുന്നവർ കണ്ടോട്ടെ, കാണിക്കുന്നവർ കാണിച്ചോട്ടെ, പൈസ വെച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് അങ്ങനെ വിട്ട് കളയാൻ പറ്റുന്ന ഒരിക്കലും അങ്ങനത്തെ ഒരു ടോപ്പിക് അല്ല. അതായത് ഇപ്പോൾ വേദലക്ഷ്മി ഈ പറയുമ്പോൾ ഇതിനകത്ത് ഈ സെലിബ്രിറ്റീസ് റെസ്പോൺസിബിൾ ആവണതിൻ്റെ ഒരു ഏരിയ വളരെയധികം ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ സെലിബ്രിറ്റീസിനോടോ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനോടോ നമ്മളിത് പറയുമ്പോൾ, ഇപ്പോൾ ടാങ്കോ പോലെയുള്ള അല്ലെങ്കിൽ സ്ട്രിപ്റ്റീസ് ഒക്കെ പോലുള്ള ഇതിൽ സ്ട്രീം ചെയ്യുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് പറയുമ്പോൾ ഇത് കാണാൻ ആളുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ കാണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം തിരിച്ചു വരും. അതിനെങ്ങനെ കണ്ടിക്കും? ഈ ചോദ്യം എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. എന്തിനാ ഞാൻ ഇതിനകത്ത് പ്രതികരിക്കുന്നേ? ഇത് അവർ മാത്രം കാണാനായിട്ടുള്ളത്, അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നത്, അവരുടെ ലൈഫ് 18 കഴിഞ്ഞവരാണ് കാണുന്നവരും കാണിക്കുന്നവരും ഒക്കെ, എന്തിനാന്നുള്ളത് ചോദിക്കും. ഇപ്പൊ മറ്റൊരു മറുപടിയും ചിലപ്പോൾ ഉണ്ടാവും. പണ്ട് കാലത്ത് ഇപ്പൊ മലയാളത്തിൽ ഉൾപ്പെടെ ഒരു 2000-ത്തിന് തുടക്കം ഏറ്റവും അധികം മലയാള ഇൻഡസ്ട്രീനെ ഭരിച്ചത് ഈ പറഞ്ഞ സോഫ്റ്റ് പോൺ ഇൻഡസ്ട്രിയിൽ വന്നു വരുന്ന അങ്ങനത്തെ രീതിയിലുള്ള സിനിമകളായിരുന്നു. ഷക്കീലൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള സിനിമകളായിരുന്നു. അപ്പൊ എല്ലാ കാലത്തും നമുക്കിങ്ങനെ ഒളിച്ച് ഇങ്ങനത്തെ കണ്ടന്റുകൾ കാണാൻ ഇവിടെ വലിയൊരു ജനസമൂഹമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പം എന്തുകൊണ്ട് ഏത് ഘട്ടത്തിൽ അത് തെറ്റാവുന്നത്? അപ്പം മാറേണ്ടത് ഈ കാണുന്ന ആളുകളല്ലേ, ഐ മീൻ സബ്സ്ക്രൈബേഴ്സ് അല്ലേ എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ വേദലക്ഷ്മി മറുപടി കൊടുക്കും? നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റീസിന്റെ കാര്യമായിരുന്നു. അവരൊരു ആപ്ലിക്കേഷൻ വഴി ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് അവർ ഷെയർ ചെയ്യുന്നത് അത്ര എക്സ്പ്ലിസിറ്റ് അല്ലാത്തൊരു കണ്ടന്റ് ആയിരിക്കും. പക്ഷേ അവരുടെ ഫോൺ കൂടെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അവർ പോലും അറിയുന്നില്ല. ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വഴി അവരുടെ ഇതുൾപ്പെടെ എക്സ്ക്ലൂസീവ് കോണ്ടന്റ് എന്ന് പറഞ്ഞ് പോകുന്നത്, അത് ഫോൺ ലീക്ക് ചെയ്ത പോലത്തെ കോണ്ടന്റ്സ് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അപ്പം അവരുടെ ഉദ്ദേശം മേ ബി ഒരു 10% അത്രയും മാത്രം കാണിച്ചിട്ടാണെങ്കിൽ ബാക്കി 90% അത് ലൈക്ക് ഫോൺ ഹാക്ക് ചെയ്ത് ലീക്ക് ചെയ്യപ്പെടുന്നത് അവർ പോലും അറിയുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അറിയുന്നേ ഉണ്ടാവത്തില്ല. ഈ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതിന്റെ ഇപ്പൊ കുറച്ച് നേരം സംസാരിച്ചിരിക്കാനുള്ള ആപ്പുകൾ അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്, ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്സിന്റെ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ എത്ര നേരം സംസാരിക്കും അതനുസരിച്ചാണ് പേയ്മെന്റ് വരുന്നത്. അപ്പോൾ ഹാക്കേഴ്സിന് എത്ര ആ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് ഫോൺ ഹാക്ക് ചെയ്യാൻ ഒരു ലിങ്ക് അയച്ചാൽ മതി, നമുക്കൊരു ക്ലിക്കിൽ അത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പോലും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും 2 ഫോണാണ്, മറ്റേ ഫോണിൽ മാത്രമേ ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോസ് എടുക്കത്തുള്ളൂ. ഈ ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നില്ല. ഈ വൈഫൈ കണക്ഷനും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കങ്ങനെ പേടിയാവുക. കാരണം ഇന്നത്തെ കാലത്ത് ഹാക്ക് ചെയ്യാനായിട്ട് യാതൊരു പാടുമില്ല, ഒരു പാടുമില്ല. ആ ഒരു സ്ഥലത്താണ് ഈ സെലിബ്രിറ്റീസ് ചെയ്യുന്നത്.
ഇതിന് റെഡി ആയിട്ടുള്ളവരുടെ കോണ്ടന്റ്സ് ഡിമാൻഡ് സൃഷ്ടിക്കുകയോ ചെയ്യുന്നത്. ചെറിയൊരു ട്രെയിലർ എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ഡിമാൻഡ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ടീസ് ചെയ്തിട്ട് ടീസ് ചെയ്തിട്ട്. അപ്പോൾ സർഫസിലുള്ളത് അവർ ഷെയർ ചെയ്യുന്നത് മാത്രമല്ല, അവരുടെ ലീക്ഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഡീപ് വെബിൽ ഓൾറെഡി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവർ പോലും അറിയാതെ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സാങ്കല്പിക സിറ്റുവേഷൻ ചോദിച്ചോട്ടെ. ഇപ്പൊ എ എന്ന പേരുള്ള ഒരു നടി, അവരിങ്ങനെ പ്രീമിയം കണ്ടന്റുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കണ്ടന്റുകൾ ചെയ്യുന്നു, ഒരു 10% നഗ്നതയോടുകൂടി അത് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഇപ്പൊ ഒരു ടെലഗ്രാം സബ്സ്ക്രിപ്ഷൻ ഗ്രൂപ്പിലേക്ക് ആ ലിങ്ക് പോയതിനു ശേഷം ഇത് എന്ന് പറഞ്ഞൊരു നടിയായിട്ട് ഇതാക്കി പറഞ്ഞിട്ട് ശരിക്കും ഇങ്ങനെ തന്നെ ചെയ്യുന്നവരുണ്ട്. മെയിൻ ആയിട്ടുള്ള ഹീറോസിന്റെ ഒക്കെ കൂടെ ലീഡ് ആക്ട്രസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പേര് പറഞ്ഞിട്ട് തന്നെ പറയാം, ഫോൺ എടുത്ത് നോക്കിക്കോളൂ. കിരൺ റാത്തോറിന്റെ തന്നെ പേജ് നോക്കിക്കോളൂ. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ആയിട്ട് ലീഡിങ് ആക്ടറുള്ള തമിഴിലും മലയാളത്തിലും ഒക്കെ ആക്ട് ചെയ്തിട്ടുള്ളതാണ്. ആളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ ലിങ്ക് കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ്ലി ടെലിഗ്രാമിലോട്ടും ഉണ്ട്, വേറൊരു ആപ്ലിക്കേഷനിലോട്ടും ഉണ്ട്. ആ ടെലിഗ്രാം ചാനൽ ആർക്ക് വേണമെങ്കിലും തുറക്കാന്നുള്ള രീതിയിലാണ്. അത് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു പിക്ചർ ഓപ്പൺ ചെയ്യാൻ 6000-7000 രൂപ ഒറ്റ പിക്ചറിന് ശേഷം വരുന്നത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ കോൾ, 1-to-1 കോൾ, അതിന് ലാക്സ് ആണ് ചാർജ് ചെയ്യുന്നത്. അതിനൊട്ടപ്പുറത്തോട്ട് ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ അങ്ങനെ ഒരു നടി, അപ്പം അവരവരുടെ ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ ഓൺ ആക്കി വെക്കുന്നു. അപ്പൊ അവരിത് ഇതിനെപ്പറ്റി ഇവർക്ക് അറിയാമല്ലോ, ഞാൻ എൻ്റെ നഗ്നത കാണിക്കാൻ വേണ്ടി പോവാണെന്നുള്ളത് അറിയാമല്ലോ. പിന്നെ ഇത് ഏത് ഘട്ടത്തിലാണ് ഇവർ ഹാക്ക് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഓൾറെഡി ഇവരുടെ കയ്യിൽ പ്രീ റെക്കോർഡഡ് ആയിട്ട് ഇവരുടെ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത ഇവരുടെ ദൃശ്യങ്ങൾ ഫോണിനകത്തുള്ളതാണോ റെക്കോർഡ് ആവുന്നത്, അതോ ഇവരുടെ ഹാക്ക് ചെയ്തിട്ട് ഇവരുടെ ക്യാമറ ഹാക്ക് ചെയ്യുകയാണോ ചെയ്യുന്നത്? സോ ദാറ്റ് അല്ലാതെ ഒരു സെക്കൻഡ് പാർട്ടി അവരുടെ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഫോൺ എല്ലാ സ്ഥലത്തും വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ വാഷ്റൂമിൽ ഉപയോഗിക്കും, ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ ഉപയോഗിക്കും. അങ്ങനെ ഹാക്ക് ആവുകയാണോ? ഇത് എന്താ ഇതിന്റെ ശരിക്കുള്ള? ഓരോ ആപ്ലിക്കേഷനും ഓരോ രീതിയിലായിരിക്കും. ക്യാമറ കംപ്ലീറ്റ്ലി ഫോണിന്റെ ആക്സസ് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ബ്രൗസ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി അറിയാവുന്ന ടൈപ്പ് ഹാക്കിങ്ങും പോസിബിൾ ആണ്, ക്യാമറ ഹാക്കിങ്ങും പോസിബിൾ ആണ്. അപ്പം ഈ പറഞ്ഞ കണക്ക് എല്ലാവരും ഈ ഒരു എക്സ്റ്റെൻഡിൽ ചെയ്യുന്നവരാണെന്ന് പറയുന്നില്ല. നേരത്തെ പറഞ്ഞ ആക്ട്രസസിന്റെ അത്രയും രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നവരല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും സെമിന്യൂഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഇടുന്നവരുടെയും ഡിമാൻഡ്, നേരത്തെ പറഞ്ഞ ഡിമാൻഡ് അവർ സൃഷ്ടിക്കുവാണ്. കാണാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് അറിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അതും എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഹാക്കിംഗ് വഴി മോർ കോണ്ടന്റ്സ് എടുക്കാനായിട്ട് ഫോൺ ഹാക്ക് ചെയ്യപ്പെടും. അതായത് അവരുടെ ഫോണിൽ ഓൾറെഡി അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസും ചിലപ്പോൾ പുറത്തേക്ക് ലൈക്ക് വന്നേക്കാം എന്നുള്ളതല്ല. ഫോൺ ഒരിക്കലും സേഫ് അല്ല, സാധാരണക്കാരുള്ളവരുടെ തന്നെ ഒരിക്കലും സേഫ് അല്ല. അപ്പോൾ ഇതുപോലുള്ളവരുടെ ആകുമ്പോഴത്തേക്കും ഡിമാൻഡ് കൂടെ ഉള്ള സമയത്ത് വലിയ താമസം ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലോട്ട് ചെന്നപ്പെടാൻ. പ്രത്യേകിച്ച് ഇതുപോലത്തെ ആപ്ലിക്കേഷൻസിലും ഒക്കെ ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണും കൂടെ ആകുമ്പോഴത്തേക്കും ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്. പക്ഷെ രശ്മി, നമുക്കിവിടെ ഒരു എഡ്യൂക്കേഷൻ്റെ വല്ലാത്തൊരു ആവശ്യമുണ്ട്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ന്യൂഡ് ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ ന്യൂഡ് മോഡലിങ്ങോ ബാൻഡ് ഒന്നുമല്ല, ഇല്ലീഗലൊന്നുമല്ല. അതുകൊണ്ടാണ് ഒരു പരിധിവരെ ഇങ്ങനത്തെ ആപ്പുകളും ഇങ്ങനത്തെ സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രശ്നമില്ലാതെ നിയമപഴുതുകളിലൂടെ ഇത് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ വളർന്നു വരുന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഇതിനൊരു വരുമാന മാർഗമായിട്ട് പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രത്യേകിച്ച് പറഞ്ഞു തിരുത്താനൊന്നും പറ്റൊന്നുമില്ല. കാരണം ഇത് ഇന്ത്യയിൽ ലീഗലാണ്, അല്ലെങ്കിൽ ഇതിന് ഇന്ത്യയിൽ നിയമസാധ്യതയുണ്ട്. അപ്പം ഇതിനെങ്ങനെ നമ്മൾ ഒരാളെ മനസ്സിലാക്കി കൊടുക്കുക, ഇതിലിങ്ങനെ അപകടങ്ങളുണ്ടെന്നും ഇതിങ്ങനെ പ്രൊഫഷനാക്കരുത്, ഇതിനെങ്ങനെ സമീപിക്കും? ഇതൊരു വല്ലാത്ത ടോപ്പിക്കാണ്. അതാണ് ഇത് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുക ഓഫ് കോഴ്സ് 18+ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അറിയാമായിരിക്കണം, ഓക്കെ, അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം. പക്ഷേ ഇന്ത്യയിൽ ഇത് ലീഗൽ ആണെങ്കിൽ പോലും കൺസ്യൂം ചെയ്യുന്ന ഒരു സൊസൈറ്റിയുടെ എന്താണ് മാനസികാവസ്ഥ എന്നുള്ളത് നമ്മുടെ കമന്റ് സെക്ഷൻസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എത്ര ലീഗൽ ആണെന്ന് പറഞ്ഞാൽ പോലും എങ്ങോട്ടാണ് ഇത് പോകുന്നത്, അൾട്ടിമേറ്റ്ലി ഏത് കോണ്ടന്റിലോട്ടാണ് ഇത് കാറ്റഗറൈസ് പെടാൻ പോകുന്നത്, അങ്ങനെയുള്ളതും വ്യക്തമാണ്. അപ്പോൾ സേഫായിട്ടിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈക്ക് ഇത് ഇന്ത്യയിൽ ഇപ്പൊ പറഞ്ഞ പോലെ നിയമത്തിന്റെ ഇതിൽ തന്നെ വരുന്നതായിരിക്കാം ഈ ഒരു ആസ് എ പ്രൊഫഷൻ. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതൊരു എന്താ പറയണ്ടേ, ഡു യു തിങ്ക് സെക്സ് എഡ്യൂക്കേഷൻ ഈസ് പ്രോപ്പർ? അല്ല. ഈ വരുന്ന കോണ്ടന്റ്സ് വരുന്നത് പോലും കൈൻഡ് ഓഫ് ഒട്ടും വൾഗാരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു കാറ്റഗറീസിലുള്ള ഷൂട്ട്സോ അങ്ങനെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് പുറത്തേ ഉള്ള പോലെ ഒരിക്കലും ചെയ്യുന്നത് കണ്ടിട്ടില്ല. എസ്തെറ്റിക്കലി അല്ല പ്രസന്റ് ചെയ്യുന്ന, വൾഗർ ആയിട്ടുള്ള രീതിയിലാണ്. സോ സിംപ്ലി മിസ്ലീഡിംഗ് ആണ്. കാണുന്നവർക്ക് ഇപ്പൊ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ കണ്ടാലും അത് മിസ്ലീഡിംഗ് ആണെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ കമന്റ്സ് എന്ന് പറഞ്ഞല്ലോ, ഈ ടെലഗ്രാമിനകത്തെ ചാറ്റ്. ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിന്റെ ഒരു അനുഭവം ആദ്യം വേദലക്ഷ്മിയോട് പറയാം. അതായത് ഇപ്പൊ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ ഫോട്ടോ ഇതുപോലെ ലീക്കായി.
അതായത് ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ കുട്ടി ഇട്ടിരുന്ന ഒരു ഫോട്ടോ ഉം. ഇതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് പോയി. ഇവരിത് സൈബർ സെല്ലിനെ സമീപിക്കുമ്പോൾ ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിന്ന് പോയത് കാരണം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആര് സ്ക്രീൻഷോട്ട് എടുത്തൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, സമയം വേണമെന്നാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ അതിന് അത്രയധികം സൈബർ സെൽ അത്രയും സമയം എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും സമയം ഇവർ അത്രയും പ്രഷറിലാണ്. അപ്പൊ ഇവര് പലരും ഈ ടെലഗ്രാം ഗ്രൂപ്പിനകത്തേക്ക് കയറിയിട്ട് അങ്ങനെ ഒരാളുടെ നമ്പർ ഇട്ടിട്ട് അയാളെ വിളിച്ചു. അയാൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ഒരു 6 മാസം എടുക്കാതെ നിങ്ങൾക്ക് എന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ ചെയ്യടാന്ന് പറഞ്ഞിട്ട് ഇയാൾ വെല്ലുവിളിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഇവനെ വിളിച്ച നമ്മുടെ ഫ്രണ്ടിന് മറ്റു ചില കുട്ടികളുടെ ഫോട്ടോസ് ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരിക്കുക, ചാലഞ്ച് പോലെ. പിന്നെയും അവസാനം ഇവർക്ക് ഇത് മൊത്തത്തിൽ ആ ശ്രമം അവസാനിപ്പിക്കുകയും ആ നമ്പറുകളൊക്കെ ബ്ലോക്ക് ചെയ്യുകയും ഇതിന്ന് ഒളിച്ചോട് വരികയും ചെയ്യേണ്ടി വരുന്നു. അതായത് വളരെയധികം ഒരു പ്രത്യേക തന്നെ ഒരു സൈക്കി ഉള്ള ആളുകളാണ് അവിടെ. ഇതാണ് എന്റെ അനുഭവം. വേദലക്ഷ്മി എന്തൊക്കെയാ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? ഇത് പൈസക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ആള് പൈസക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ആൾക്കാരല്ല ഇതിനകത്തുനിന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താ ഇവരുടെ ത്രില്ല്, എന്താ ഇവരുടെ ജോഷ്? ഒരു മസ്റ്റ് ബി ലൈക്ക് ഡ്രഗ് പോലെ തന്നെ. ഇപ്പൊ ഡ്രഗ് എവിടെ കിട്ടുന്നു, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നവർക്ക് ആ ഒരു ശൃംഖല ഉണ്ടല്ലോ, ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അത് പുറമെ ഉപയോഗിക്കാത്തവർക്ക് അത് എത്തിപ്പെടാൻ പറ്റത്തില്ല. ലൈക്ക് അങ്ങനെ ജനറലി അവർ പറയാറുമില്ല. സെയിം കൈൻഡ് ഓഫ് ആണ് ഇവർക്കും. ഇതിന്റെ ഉള്ളില് ബാക്കിയുള്ളവരെ ഇതുപോലെയുള്ള ഇമേജസ് ഷെയർ ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും കിട്ടുന്ന സം കൈൻഡ് ഓഫ് ഒരു ലഹരി പ്ലഷർ ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് ഇവർ ബാക്ക് ടു ബാക്ക് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കണക്ക് വേറെ കുട്ടികളുടെ, ആ കുട്ടിയുടെ മാത്രമല്ല വേറെ കുട്ടികളുടെ അയച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇതുപോലുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയിരിക്കണമല്ലോ. ബാക്ക് ടു ബാക്ക് അങ്ങനെ തന്നെ കൊടുക്കണമെങ്കിൽ അറിയപ്പെടാത്ത സാധാരണക്കാര് നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ ആ സൈക്കോളജിക്കലി നോക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ ലൈഫ് നേരെ പോകുന്നത് കാണാൻ ഇഷ്ടമല്ലാത്ത ടൈപ്പ് ആൾക്കാർ, എക്സാക്ട്ലി പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർ, അവരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ബിഗ് പ്ലേയേഴ്സിലോട്ട് എത്തുക ഈസി അല്ല. ഇപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരാളല്ല. അയാളിലേക്ക് എങ്ങനെ എത്തി, അയാളിലോട്ട് എങ്ങനെ എത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കറക്റ്റ് പ്രോസസ്സ് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മുഴുവിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ട്രാക്കിംഗ് ഡൗൺ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇതുപോലൊരു ഇതിൽ പാർട്ട് ആവുമ്പോഴത്തേക്കും എൻ്റെ ഇന്ത്യൻ നമ്പർ അല്ല, ഒരു UK നമ്പർ വെച്ചിട്ടായിരുന്നു അതിലോട്ട് എത്തുന്നത്. മെമ്പറായിട്ട് തന്നെ നിന്ന് ജനുവരി നിന്ന് മാസങ്ങളോളം എടുത്ത് പേയ്മെൻറ്റും എല്ലാം അടച്ച് മാത്രമേ അവർക്കൊരു വിശ്വാസം എന്നുള്ളൊരു കാര്യം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ കണക്ക് ഓരോരോ ഗ്രൂപ്പുകളുണ്ട്. ഫസ്റ്റ് ഒരു ഡെമോ ഗ്രൂപ്പിലാണ് നമ്മൾ ഫസ്റ്റ് ചെന്നവർ ആഡ് ചെയ്യുന്നത്. അതിനകത്ത് ലൈക്ക് മൂവിയുടെ ട്രെയിലർ ഇടുന്ന പോലെ കുറച്ച് ബിറ്റ്സ് ഇടുക ചെയ്യുക. അതിനകത്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലേ അടുത്തൊരു ഗ്രൂപ്പിലോട്ട് നമ്മളെ ആഡ് ചെയ്യത്തുള്ളൂ. ഒരു ഡെമോ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് റോയൽ ആക്സസ് എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ഇൻഫ്ലുവൻസേഴ്സ്, ആക്ടേഴ്സ്, അങ്ങനെ കുറച്ച് നോൺ ഫേസസ് ഇല്ലേ, അവരുടെയൊക്കെ കോണ്ടന്റ്സ് അതിലും ആ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇതിൽ ഇടയ്ക്ക് ഈ കോണ്ടന്റ്സിൻ്റെ കൂടെ തന്നെ പരസ്യം പോലെ ഇടുന്നുണ്ട്, അടുത്തതിന് വേണ്ടി ഇത്ര രൂപ അടയ്ക്കൂ അതിലോട്ട് ജോയിൻ ചെയ്യാൻ. നെക്സ്റ്റ് ചാനലിൽ പറയാം, അവർ അഡ്വർടൈസ് ചെയ്യുക, ലിറ്ററലി അഡ്വർടൈസ് ചെയ്യുക, കമ്പനി പോലെ റൺ കഴിക്കുക. പിന്നെ പ്രൈം ആക്സസ് വരും. പ്രൈം ആക്സസിൽ കറക്റ്റായിട്ട് പോൺ മലയാളത്തിലുള്ള കേരളത്തിലുള്ള ആൾക്കാരെ തന്നെ എക്സാക്ട് പോൺ പ്രൈം ആക്സസ് എന്ന് പറഞ്ഞിട്ട്. പ്രൈം ആക്സസ് പോലെ പിന്നെ ഏർലി കോർ ആക്സസ് അല്ല, ഇതിനൊരു പേര് മറന്നുപോയി. അതിനകത്തെ കോണ്ടന്റ്സ് ആണ് ഏറ്റവും എനിക്ക് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നി. ഇതുപോലത്തെ കാര്യം വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്ന്. അതിലാണ് ഓർഡിനറി ആൾക്കാരുടെ ഡീറ്റെയിൽസ് വരുന്നത്. ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ 10,000-12,000 വീഡിയോസും ഒക്കെ ആയിട്ടാണ് അതിനകത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ ലീക്കായിന്ന്, ലൈക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫോൺ കോൾസ്, ഫോണൊക്കെ നന്നാക്കാൻ നമ്മൾ കൊടുക്കത്തില്ലേ, ആ ടൈമിൽ കംപ്ലീറ്റ്ലി ഗാലറി എടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയുള്ള കോണ്ടന്റ്സ് ഒരിക്കലും പുറത്തോട്ട് വിടണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ടൈപ്പ് കോണ്ടന്റ്സേ അല്ല. അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയുണ്ട് ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്, ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ആയിട്ടുള്ള അവരുടെ കുറച്ചുകൂടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കോണ്ടന്റ്സും ഒക്കെ വെച്ചിട്ട് ഒരു ആക്സസ്. അതിലോട്ട് ലാസ്റ്റത്തെ ഒരു ചാനലിലോട്ട് അവർ ഫ്രീ ആക്സസ്സാണ് കൊടുത്തിരിക്കുന്നത്, എന്ന് വെച്ചാൽ ഇത്രയും പേരെ പിടിച്ചു നിർത്താൻ. അപ്പോൾ ഈ കണ്ടുപിടിച്ച ആൾ പറയുന്നത് ഈ നമ്പർ ഓഫ് ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സ് ഇല്ലേ, ആ നമ്പർ അല്ല, ഇതിലും വലിയ ഗ്രൂപ്പുകളുണ്ട്. ഇയാളൊരു റീസെല്ലർ മാത്രമാണ്. റീസെല്ലറിനേക്കാളും എത്രയോ വലുതായിരിക്കും ഈ ഇതൊക്കെ കിട്ടുന്ന സോഴ്സ് ഉൾപ്പെടെയായിട്ട് ഇതുപോലത്തെ ഒരു വലിയ ടീം നയിക്കുന്ന ആൾക്കാരുണ്ടാവത്തില്ലേ, ഫോണിൽ നിന്ന് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിൽ നിന്ന് ഒക്കെ ഇതുപോലുള്ളതെല്ലാം എടുത്തിട്ട് അത് റീസെൽ ചെയ്യാൻ തുടക്കത്തിലിരിക്കുന്ന ആൾ, ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന അങ്ങനത്തെ ഒരാളോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തുമാത്രം അത് ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മാത്രമൊന്നും വിചാരിച്ച പോരാ.
ഈവൻ വെല്ലുവിളിച്ച ആൾക്ക് തന്നെ അത്രയും ഉറപ്പുണ്ടെങ്കിൽ. കാരണം ടെലിഗ്രാം ഒക്കെ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡീപ്പ് വെബ്. ഫോൺ നമ്പർ ഇല്ല, ആ ഒരു യൂസറിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഉപയോഗിക്കുന്നതും നോർമലി ഉള്ള ബ്രൗസർ വെച്ചിട്ടോ അങ്ങനെ ഒരു കണക്ഷൻ വെച്ചിട്ടോ ആയിരിക്കത്തില്ല. എങ്ങനെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും? അതായത് ഒരു ഗവൺമെന്റിനൊക്കെ ഉണ്ടാവുന്ന ഒരു ഹയറാർക്കി പോലെ, സോറി അങ്ങനെ പറയേണ്ടി വരുന്നതിൽ, പക്ഷെ അങ്ങനെ ഒരു ഹയറാർക്കി പോലെ, ലെവൽസ് പോലെ കൃത്യമായ ഇൻഫർമേഷൻ കൊടുത്ത് പരസ്യം കൊടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. ഇൻഡസ്ട്രി അതിന്റെ പാരലി നമ്മളറിയാതെ റൺ ആവുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. കോടികളുടെ ബിസിനസ് ഒക്കെ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മളുടെയൊക്കെ ചുറ്റുമുള്ളവർ, നമ്മുടെ ഉൾപ്പെടെയുള്ളത് അറിയാൻ പറ്റത്തില്ല. ആരുടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഗസ് ചെയ്യാനേ പറ്റത്തില്ല. അത്രയായിട്ട് ലൈക്ക് സിറ്റുവേഷൻ എത്ര മോശമാണെന്ന് പറഞ്ഞ വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല. അത്രയും മോശമാണ് ഓൾറെഡി.